ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മൾക്കായിട്ട് അനേക വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ആശ്വാസത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിലൊരെണ്ണം നമുക്കിന്ന് നോക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേൽ മക്കളോട് പറയുന്ന വാഗ്ദാനമാണ്. എങ്കിലും ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾക്കുള്ള വാഗ്ദാനങ്ങൾ ആണ്. ഈ ഇങ്ങനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന, ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം കരുതുന്നു എന്നുള്ളത് ഇതിൻ്റെ മുൻപുള്ള വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, അവൻ ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു, നീ എനിക്കുള്ളവനാണ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുപിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബിൻ നിമിത്തം തരും എന്നുള്ള ദൈവത്തിൻ്റെ വചനമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയത് അവൻ നമുക്ക് തന്നെ നമുക്ക് വേണ്ടി ബലിയായിട്ട് തീർന്ന മുഖാന്തരമായിട്ടാണ് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് ഇത്ര വലിയ സമ്പത്തിന് അവകാശികളായിട്ട് തീർന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ കർത്താവിനെ ഏകരക്ഷകനും ഏക ദൈവമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം മക്കളായിട്ട് തീർന്നു. മക്കൾ മാത്രമല്ല, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം മക്കൾ മാത്രമല്ല, നാം പ്രിയമക്കളായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രിയമക്കളായിട്ട് തീർന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി അവൻ കരുതുന്നവനും കാക്കുന്നവനുമാണ്. അവൻ തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ നമ്മളെ കരുതുന്ന കർത്താവ് നമ്മളിൽ നിന്നും ചില കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുമ്പോൾ നമുക്ക് ദൈവം അനേകമായിട്ടുള്ള പ്രിവിലേജസ്, ദാനങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള താലന്തുകൾ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള റിസോഴ്സസ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് തീർന്നു കഴിയുമ്പോൾ നമ്മുടെ പൗരത്വം പിന്നെ ഈ ലോകത്തിലല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ സ്വർഗത്തിലെ പൗരന്മാരായ നമ്മൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് തീരണം എന്നുള്ളത് പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട്, നമ്മൾക്ക് വന്നിരിക്കുന്ന താലന്തുകൾ, നമ്മൾക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള കഴിവുകൾ, നമ്മൾക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള വസ്തുവകകൾ, ഇതെല്ലാം കൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലും നമുക്കതിൻ്റെ പ്രതിഫലമുണ്ട്. മാത്രമല്ല, നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് കർത്താവ് കണക്ക് ചോദിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ നിന്നുവെങ്കിൽ കർത്താവ് നമ്മൾക്ക് പ്രതിഫലം തരും. മാത്രമല്ല, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും എന്ന ഇമ്പസ്വരവും നമ്മൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. നാം ചെയ്തതിൻ്റെ തക്കതായിട്ടുള്ള പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് കിട്ടുമെന്ന് മാത്രമല്ല, നമ്മളെ ഇവിടെ പറയുന്ന പോലെ പുതിയ പേര്, വിലയേറിയ പേര്, അല്ലെങ്കിൽ ശ്രേഷ്ഠതയായിട്ടുള്ള പേര്, ഓമന പേര് നമുക്ക് കിട്ടും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ നമ്മൾക്കുള്ളത് നമ്മളെക്കൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ വ്യാപാരം ചെയ്യാതെ നമ്മൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചെങ്കിൽ അന്ന് ദുഷ്ടദാസനെ എന്ന് കേൾക്കുവാനും പ്രതിഫലമില്ലാത്തവരായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ പ്രോമിസ് അത് വലിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.